പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ്. ഇപ്പോൾ കമ്പനിക്കാർ ഏത് കമ്പനി ആയാലും നമുക്ക് ഹെൽത്തിന് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. നമ്മൾ വലിയൊരു പല പ്രൊഡക്റ്റും മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അത് സൗന്ദര്യവർദ്ധക വസ്തുക്കളായാലും എന്ത് പ്രൊഡക്റ്റ് ആയാലും, ഇപ്പോൾ കഴിക്കുന്നതായാലും വെയിറ്റ് ലോസിൻ്റെ ആയാലും എന്തായാലും കുഴപ്പമില്ല. നമ്മൾ വലിയ ആൾക്കാർ ഒരുപാട് പ്രൊഡക്റ്റുകൾ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ബോഡി അതിനെ എന്താ ഏറ്റെടുക്കുക, അതായത് അതിനെ നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ ബോഡിയിലെ കപ്പാസിറ്റി, ഇമ്മ്യൂണിറ്റി അതിന് എല്ലാം ആ ഒരു നമ്മളെ ബോഡിക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ഈ കൊച്ചു പിള്ളേരെന്ന് പറയുന്നത് അത് 2 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ കഴിക്കുന്ന അങ്ങനെയൊക്കെയാണ് തോന്നുന്നുണ്ട്. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എടുത്തില്ല. പക്ഷെ എനിക്ക് ഒരുപാട് റീൽസ് ഒരുപാട് യൂട്യൂബ് ചാനലുകാരും എടുത്ത് ചെയ്യുന്നുണ്ട് അത് ഒരുപാട് പേര്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വലിയ പ്രൊഡക്റ്റ് അത്ര അത് കണ്ടപ്പോൾ എനിക്കൊരു സിനിമ ഓർമ്മ വന്നത്. നമ്മുടെ ശിവകാർത്തികേയൻ്റെ ഒരു സിനിമ. ആ സിനിമയുടെ പേര് എനിക്കറിയത്തില്ല. അതിൽ ഫഹദ് ഫാസിലുണ്ട് ആ സിനിമയിൽ. അവർ സാഫ്രോൺ എന്ന് പറഞ്ഞൊരു കമ്പനി പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് അത് സ്നേഹയുടെ കൊച്ചിന് മേടിച്ച് കൊടുത്ത് അത് ആ കൊച്ച് ആ പ്രൊഡക്റ്റ് മാത്രം കഴിച്ച് അതിൽ ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം ആ കൊച്ചിന് വന്നിട്ട് ആ കൊച്ച് മരിക്കുന്നുണ്ട് അതിൽ. അതുപോലെ ഞാൻ പറയട്ടെ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കുറച്ച് ഈത്തപ്പഴം, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് വാൾനട്ട്, അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മേടിച്ച് നമുക്ക് സ്വന്തമായിട്ട് പൊടിപ്പിച്ച് എന്തുകൊണ്ടത് പാലിൽ കലക്കി നമുക്ക് നമ്മുടെ കൊച്ചുങ്ങൾക്ക് കൊടുത്തുകൂടാ? എന്തിനാ ഈ കമ്പനിക്കാരെ വലുതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ സാധനങ്ങൾ പ്രൊഡക്റ്റ് മേടിച്ച് നമ്മുടെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പരസ്യം കൊടുക്കുന്നുണ്ട്, എല്ലാവരും പരസ്യം കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേര് പരസ്യം കൊടുക്കുന്നുണ്ട്, ഞാൻ കണ്ടായിരുന്നു. ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഡേറ്റാണ് ഇത് ഇത്രയും അധികം പേരിലോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നുണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാനും. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ആരും എനിക്കിത് റീച്ച് ആവാൻ വേണ്ടിയിട്ടാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. കാണണം എന്നുള്ളവർ മാത്രം കണ്ടാൽ മതി. ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ട് എന്നുള്ളവർ മാത്രം എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അല്ലാത്തവർ എനിക്ക് കമൻറ്റ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യാനോ ഫോളോ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. കാരണം ഞാൻ തനിച്ചിരുന്ന് പറയുന്ന കാര്യം, അതായത് ഞാൻ തനിച്ചിരുന്ന് എൻ്റെ മൈൻഡിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മാത്രം മതി. അല്ലാതെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ മറ്റുള്ളവരെ ഒരു സങ്കടം കൊണ്ടാണ്. കാരണം കൊച്ചുങ്ങളാണ്, അവർക്ക് അറിയാൻ പറ്റത്തില്ല നല്ലതാണോ ചീത്തയാണോ ഒന്നും അവർക്ക് അറിയില്ല, ഈ തരുന്നത് നല്ലതാണോ ചീത്തയാണോ ഒന്നും. പക്ഷേ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. വാങ്ങിച്ചോളൂ, കൊടുത്തോളൂ. അവരവരുടെ കൊച്ചുങ്ങളാണ്, അവരവരുടെ കൊച്ചുങ്ങൾക്ക് എന്ത് മേടിക്കണം കൊടുക്കണം എന്നൊക്കെ പറയുന്നത് സ്വന്തം മക്കളെ കാര്യം നോക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ്, അതും ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ആരും വന്നിട്ട് എന്നോട് ചോദിക്കേണ്ട, എൻ്റെ കൊച്ചുങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കില്ലെന്നൊന്നും ആരും പറയണ്ട. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കുറേ പേര് റീൽസ് കണ്ടിട്ട് പാവങ്ങൾ അറിയാത്ത കുറേ പേരുണ്ടാവും. അവർ വേഗം പോയി മേടിച്ച് കൊടുക്കും, പ്രോട്ടീനാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ച് കൊടുക്കും, അവർക്ക് അറിയാത്ത ആൾക്കാർ. ഞാൻ പറയാന്ന് വെച്ചാൽ ഇപ്പോൾ അത്രയും കുട്ടികൾക്ക് അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറവാണ്, അങ്ങനെ പ്രശ്നമുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പീഡിയാട്രീഷനെ കാണിക്കുക. അവർ തരുന്ന പ്രൊഡക്റ്റ്, അതായത് അവർ സജഷൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് മേടിക്കുക, കൊടുക്കുക. അല്ലാതെ നമ്മൾ ഈ റീൽസിൽ കണ്ടിട്ട് അവർ പറയുന്ന പൈസയ്ക്ക് സാധനം മേടിച്ചിട്ട് കൊച്ചുങ്ങൾക്ക് ഒരിക്കലും കൊടുക്കരുത്. എൻ്റെ അപേക്ഷയാണ്. നമ്മുടെ കൊച്ചുങ്ങൾ നാളത്തെ വാഗ്ദാനങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ക്യാൻസർ എന്ന മഹാമാരി പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയിൽ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ എന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭക്ഷണശൈലി മാത്രമാണ് അതിൻ്റെ കാരണം. നമ്മൾ ശ്രദ്ധിക്കുന്നോ അത്രയും നമുക്ക് നല്ല. വലിയവർക്ക് വരുന്ന പോലെയല്ല ഈ ക്യാൻസർ, കൊച്ചുങ്ങൾക്ക് വന്നാൽ സഹിക്കാൻ പറ്റത്തില്ല. അതൊന്നും നമുക്ക് എന്താ പറയുക, അതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ചിന്തിക്കുക. ഒന്നിൻ്റെയും ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർ വലുതാവാൻ വേണ്ടിയിട്ടോ ചെയ്യരുത്. നന്നല്ലാത്ത കാര്യങ്ങൾ കൊടുക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.